അടുത്തത് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മുന്നിരായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി നമ്മോട് സംസാരിക്കും. ആദരവും ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുഅ്മിനീൻ വഅലാ ആലിഹിൽ ഫായിസീൻ. അമ്മാ ബഅദു. ഏറ്റവും അഭിനന്ദരായ സയ്യിദന്മാരെ, നമ്മുടെ വന്യ സ്നേഹിതൻ അബ്ദുൽ ഹക്കീം അസ്ഹരി അവറുകളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സയ്യിദന്മാരെ കുറിച്ചുള്ള വളരെ ബൃഹത്തായ സൂചനകളാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങൾക്ക് ലഭിച്ചത്. ഇതേക്കുറിച്ചൊന്നും വലുതായൊരു വിവരം എന്റെ പക്കലുമില്ല. നരിയില്ലാത്ത കാട്ടിൽ കുറുക്കൻ നരിയായി എന്ന പോലെ കുറെ കാര്യങ്ങൾ ചോദിച്ചും പഠിച്ചും അന്വേഷിച്ചും അറിഞ്ഞു. അത് പുസ്തകത്തിന്റെ ചില താളുകളിൽ രേഖപ്പെടുത്തി എന്നതല്ലാതെ ഇത് വളരെ വലിയ ഒരു ചരിത്ര ശാഖയാണ്. മുസ്ലിങ്ങൾക്കും അറിയില്ല, അവരും പഠിക്കുന്നില്ല. ഞാൻ എപ്പോഴും സഹരിയോടൊക്കെ പറയാറുള്ളത് അത് തന്നെയാണ്. ചരിത്രങ്ങൾ ആരും പഠിപ്പിക്കരുത്. പഠിപ്പിച്ചാൽ ഒരു കാര്യം കിട്ടില്ല. പലരും ചോദിക്കുന്ന അങ്ങനെയാണ്, ഇത് പഠിച്ചിട്ടെന്താ കാര്യം, കഴിഞ്ഞത് പഠിച്ചിട്ട് വരാനുള്ളതല്ലേ പഠിക്കേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നിലനിൽപ്പ് ചരിത്രത്തിലാണ്, അത് യാതൊരു സംശയവുമില്ല. അഹ്ലു ബൈത്തിനെ കുറിച്ച് അറിയാതെ അഹ്ലു സുന്നത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് കേവലം നേർച്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടോ ഒന്നും ചരിത്രം പൂർത്തിയാവുകയില്ല. ഇവിടെ ചെറിയ കാര്യങ്ങൾ ഒരു ഡിറക്ഷൻ തരിക എന്നതിനപ്പുറം മറ്റൊന്നും നമുക്ക് ചെയ്യാനുമില്ല. അഹ്ലു ബൈത്ത് എന്നതിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അവരെങ്ങനെയാണ് ബഹുമാനിക്കപ്പെടേണ്ടതിനെക്കുറിച്ചും ആദരിക്കപ്പെടേണ്ടതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇഷ്ടം പോലെ അറിയാറുണ്ട്, പഠിക്കാറുണ്ട്. പക്ഷെ അതേസമയം അവർ ചെയ്ത ആ മഹത്തായ ത്യാഗത്തെ വേണ്ടത്ര അനുസ്മരിക്കുന്നതിന് നമ്മൾ തയ്യാറായിട്ടില്ല. ഇത് ഇവരുടേത് ഒരു സഞ്ചാരമാണ്, ഡയസ്പൊര. അറിയാൻ കഴിയും കഴിഞ്ഞുപോയ ജനങ്ങളുടെ ആഖിബത്ത്, അവരുടെ അന്ത്യം എങ്ങനെയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും പറയും അന്ത്യം എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് അവസാനിച്ചത് എന്നുള്ളതാണ്. അതല്ല, അവരുടെ അന്ത്യം എങ്ങനെയാണ്. അവർ ഇസ്ലാമിലേക്ക് മന്ത്രം പഠിച്ചുകൊണ്ട് അതോടുകൂടി അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയാതെ പോകും. അപ്പം നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ച് ഈ സമൂഹങ്ങൾക്കുണ്ടായ അന്ത്യവും അന്ത്യത്തിന് ശേഷം അവർക്കുണ്ടായ പുനർജനിയും എന്താണെന്ന് പോയാലും, അന്ന് ലോകത്തിന്റെ ഒരു തലയായിരുന്ന ചൈനയിൽ പോയാലും നിങ്ങൾ വിജ്ഞാനം തേടുവിൻ എന്ന് പറഞ്ഞത് ഈ സഞ്ചാരത്തെ വളരെ ശക്തമായി അവരോധിക്കാൻ വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ സഞ്ചാരം നടത്തുന്നുണ്ട്. മക്കത്തിൽ നിന്ന് മദീനത്തേക്കുള്ള ചെറിയ ദൂരമാണെങ്കിലും അത് ചരിത്രത്തിലെ ഒരു വലിയ സഞ്ചാരമാണ്. ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട്, ത്യാഗം സഹിച്ചുകൊണ്ട് ജന്മനാട് വിട്ട് മറ്റൊരു സഞ്ചരിക്കണമെന്നാണ്. ഇങ്ങനെയുള്ള റിഹ്ല, ഇതാണ് ഇസ്ലാമിന്റെ ഒരു മുഖമുദ്രയായിട്ടാണ് പഴയകാല പ്രബോധകരെ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തനിക്കൊരു ജന്മഭൂമി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ മരിക്കുക എന്നുള്ള ഒരു ചിന്തയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർ ജനിക്കുന്നു, പിന്നീട് അവർ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അത് ലോകത്തിന്റെ കഥയും ഏതാണ്ട് ഇത് തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ നമ്മൾ സാധാരണ പറയാറ് മാലിക് ദിനാറിനെ കുറിച്ച് പറയാറുണ്ട്, കോഴിക്കോട് ഖാദിമാരെ കുറിച്ച് പറയാറുണ്ട്, പൊന്നാനിയിലെ മഹദൂം തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ കേരളത്തിലെ ഇങ്ങനെ ഒരു നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ പാരമ്പര്യം നിലനിർത്തിയ ഹലറമി തങ്ങന്മാരെ കുറിച്ച് ഒരു പാഠഭാഗം ഒരിക്കലും കേരളീയ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. ചരിത്രത്തെക്കുറിച്ച് ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി നിയുക്തനായപ്പോൾ ഏത് പേപ്പറുകളെ കുറിച്ചൊരു സൂചന, മഖ്ദൂമിനെ കുറിച്ചൊരു സൂചന കേരളീയ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ കോഴിക്കോട് ഖാദിമാരെ കുറിച്ചൊരു സൂചനയുണ്ട്. അപ്പോൾ ഞാൻ സൂചനയില്ലാത്ത ദ ഹലറമി ഫേസ് ഓഫ് കേരള ഹിസ്റ്ററി, കേരള ചരിത്രത്തിലെ ഹലറമി കാലം
എന്ന് പറഞ്ഞ് ഒരു പുതിയ കാലഘട്ടത്തെ ഞാൻ കേരളീയ ചരിത്രത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചു. ഈ പേപ്പർ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതുകൊണ്ട് അതിൽ വലിയൊരു കാര്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇംഗ്ലീഷിലാകുമ്പോൾ എല്ലാം ഉദ്ദേശം അത് ഇന്നത്തെ പണ്ഡിത ലോകം എന്ന് പറയുന്നത് യൂറോപ്യൻ വായനക്കാരാണ്, യൂറോപ്യൻ കേൾവിക്കാരാണ്, യൂറോപ്യൻ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അവരുടെ ആ ബുദ്ധിയിലേക്ക് ഇങ്ങനെയൊരു കാലഘട്ടത്തെ എറിഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അതിന് നല്ല ഫലമുണ്ടായി. ഞാൻ എന്റെ സൈറ്റിൽ ഇങ്ങനെ ഹലറമി സയ്യിദ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിക്കിൾ ഞാൻ എന്റെ സൈറ്റിൽ നിക്ഷേപിച്ചു. നല്ല പ്രതികരണവും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ സംഗീതന്മാരെ കുറിച്ച് ഇഷ്ടംപോലെ പഠനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. baalvi.com എന്ന് പറയുന്ന ഒരു സൈറ്റ് തന്നെ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സുമാത്രയിൽ സഞ്ചരിച്ചപ്പോൾ സുമാത്രയിലെ അവിടെ സയ്യിദന്മാരെക്കുറിച്ച്, അവിടെ വന്ന സയ്യിദന്മാരെക്കുറിച്ച് വലിയ വലിയ പഠനങ്ങൾ ഇംഗ്ലീഷിലും ഇന്തോനേഷ്യൻ ഭാഷയിലൊക്കെ നടക്കുന്നുണ്ട്. ഇംഗ്ലീഷിലെ ഉള്ളത് നമുക്ക് ഇംഗ്ലീഷ് അറിയുന്നത് ഉള്ളത് കൊണ്ട് തന്നെ അത് തന്നെ ഇഷ്ടം പോലെ വായിക്കാൻ മാത്രമുണ്ട്. അതുപോലെ നമ്മൾ കിഴക്കൻ ആഫ്രിക്കയിൽ ചെന്ന് നോക്കിയാൽ, കിഴക്കൻ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യ സമുദ്രത്തിന്റെ ചുറ്റുപാടും കരകളിലുണ്ടായിരുന്ന വലിയ മുസ്ലിം സമൂഹങ്ങളിലെ ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിച്ച ആളുകൾ സയ്യിദന്മാരാണ് എന്ന വസ്തുതയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇത് നടത്തിയതൊന്നും ഒരിക്കലും മുസ്ലിങ്ങളല്ല താനും. ഈ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരുപാട് യൂറോപ്യന്മാരുണ്ട്. നേരത്തെ യൂറോപ്യന്മാരെ കുറിച്ച് പറയും, എല്ലാ യൂറോപ്യന്മാരും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്നവരൊന്നും അല്ലല്ലോ. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഒടുവിൽ ചിലരൊക്കെ ഇസ്ലാം ആവുകയും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അന്തസ്സത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിച്ച വലിയ പണ്ഡിതന്മാരുണ്ട്. ഇസൻഹോ എന്ന ഒരു പണ്ഡിതൻ, ഒരു യൂറോപ്യൻ പണ്ഡിതൻ, അദ്ദേഹം ഗ്രേവ്സ് ഓഫ് തരീമിലെ മഖ്ബറകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ സയ്യിദ് വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. സിംഗപ്പൂരിൽ ചെന്ന് നോക്കിയാൽ സിംഗപ്പൂരിൽ ഇങ്ങനെ സയ്യിദ് വംശങ്ങളുടെ ചരിത്രം അടയാളപ്പെടുത്തിയ അവിടുത്തെ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ ആകത്തുക സയ്യിദ് ചരിത്രമാണ്. 42 കബീലകള് കേരളത്തിലുണ്ട് എന്നതാണ് എ.പി. മുഹമ്മദ് അലി മുസ്ലിയാരുടെ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയത്. നമുക്കൊരു ചരിത്രകാരൻ എന്ന് പറയാൻ അദ്ദേഹമേ ഉള്ളൂ. നമ്മളൊന്നും അതിന്റെ 4 അയലത്തോലും എത്തുന്നില്ല. ഈ 42 ഖലീഫ് ഒരു സൂചന മാത്രമാണ് തന്നത്. ഇതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഓരോരുത്തരെ കുറിച്ചും അദ്ദേഹത്തിന്റെ മനസ്സിൽ സൂക്ഷിച്ച ഒരുപാട് കഥകൾ, അത് മുഴുവനും കേൾക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരുപാട് പരമ്പരകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ഹൃദിസ്ഥമാക്കിയിരുന്നു. ഏതൊരു ജിനിയോളജി പരമ്പര ഒരു സനത് എടുത്തു നോക്കിയാലും അദ്ദേഹം അത് കണ്ണുചിമ്മി പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യം നമുക്കില്ലാത്തത് കൊണ്ട് അതും നമുക്ക് എന്ന് പറയുന്ന വിദ്യാർത്ഥി. അദ്ദേഹം ഇന്ന് ഒരു പള്ളി മുദരിസാണ്. അദ്ദേഹം നാടിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ സയ്യിദന്മാരെക്കുറിച്ച് അവരുടെ കബീലയെക്കുറിച്ച് ഒരു പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന്റെ 1ഉം 2ഉം ഭാഗങ്ങൾ പുറത്തിറക്കി. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. അതുപോലെ സയ്യിദ് ഉനൈസ് തങ്ങൾ, അദ്ദേഹം ഖലീൽ തങ്ങളെ ഒരു ശിഷ്യനാണ്. അദ്ദേഹം നന്നായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും എന്ന് പറയുന്ന അദ്ദേഹവും ഇതേക്കുറിച്ച് പഠനം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികളായ ആളുകൾ അത് പഠിച്ച് അത്തരം പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതൽ അവഗാഹം നടത്തി ഇവിടെ കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് സയ്യിദന്മാർ എന്നതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ ലോകത്തിന് സമർപ്പിച്ചു കൊടുക്കണം. അതിന് ഞാൻ എപ്പോഴും പൂനൂരിൽ ചെന്ന് അവിടുത്തെ കുട്ടികളെ ചരിത്രം ഒരാൾ പറഞ്ഞത് അപ്പടി മറ്റുള്ളവർ പകർത്തി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ചരിത്രം ആകുന്നുമില്ല. ഇവിടെ തങ്ങന്മാർ വരാൻ തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. തർക്കങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അയാൾ തങ്ങളല്ല, അദ്ദേഹം തങ്ങളല്ല, ഇതൊക്കെ പിന്നെ ഏത് വിഭാഗത്തിലുള്ളതാണ്. ഇത് ആളെ എണ്ണം കൂടുമ്പോൾ ഓരോരുത്തരും അവരുടെ അവകാശവാദത്തിന് വേണ്ടി തങ്ങളാരെങ്കിലും വേണമെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു വിരോധവും ഇല്ല. ഒരാൾ തങ്ങളാണ് എന്ന് പറയുന്നതിന് നമുക്ക് വിഷമമില്ല, ഒരാൾ തങ്ങളല്ല എന്ന് പറയുമ്പോഴാണ് വിഷമമുള്ളത്. അപ്പൊ അതിൽ ബുഖാരി ആവട്ടെ ബാലവി ആകട്ടെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ തലനാരിക ഇടപെട്ട് ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് പകരം
എന്താണ് ഈ സമൂഹത്തിൽ അവർ വരുത്തിയ മാറ്റം? ഇപ്പോൾ എല്ലാവരും ഖബീലയുടെ സനദ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സനദ് ഇല്ല എങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ്. അതല്ല എങ്കിൽ അത് എല്ലായിടത്തും ചേർത്ത് വെക്കാൻ പല ഖബീലകൾ എടുത്തു നോക്കിയാൽ അവിടേക്ക് തിരികെ 2 പുസ്തകങ്ങൾ, വളരെ ബൃഹത്തായ പുസ്തകങ്ങൾ അതേക്കുറിച്ച് എഴുതപ്പെട്ടു. അത് നല്ലൊരു വിഷമമുണ്ടായപ്പോൾ അത് നന്നായി എന്ന് എനിക്കും തോന്നി. ഒരു ചർച്ച, ഒരു സംവാദം ഉണ്ടാകുമ്പോഴുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുക. പണ്ട് ലീഗ് 2ആയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അടുത്ത് ഒരു ലീഗ് ടൈംസ് എന്ന പത്രം എടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ നന്നായി, ലീഗ് ഒരു 4 ആവട്ടെ എന്ന് പറഞ്ഞു. കാരണം എന്താ, 4 പത്രം വരുമല്ലോ, അപ്പോൾ ആളുകൾ കൂടുതൽ വായിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. സംവാദങ്ങളും പ്രശ്നങ്ങളും നല്ലതാണ്, പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ മതി. ഞങ്ങളാണ് ആദ്യം വന്നത്, ഞങ്ങളാണ് ആദ്യം. അതുപോലെ മാലകൾ, മൗലൂദുകൾ എന്നുള്ളവയൊന്നും അസ്തമിച്ചിട്ടില്ല. അതൊക്കെ വായിച്ചെടുത്തുകൊണ്ട് അതെല്ലാം പരിപൂർണ്ണ സത്യമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. കാരണം പലരും തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയുണ്ടാക്കാറുണ്ട്. പക്ഷെ അതേക്കുറിച്ച് ഒരു അന്വേഷണ കുതുകിയെ പോലെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. മർഹൂം പാങ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അദ്ദേഹം മമ്പുറത്തെ കുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളുകൾ. പക്ഷെ അദ്ദേഹം തങ്ങളല്ല. അപ്പോൾ അദ്ദേഹം തങ്ങളാണ് എന്ന് ആരോ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഒരു ചെറിയ ലഘുലേഖയിലൂടെ ഞാൻ തങ്ങളല്ല, എന്നാരും തങ്ങളാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷവും പലരും പറഞ്ഞു, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം തങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പലരും പുസ്തകങ്ങൾ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ മരണമാക്കിയ പരിവർത്തനം എന്ന് പഠിക്കുമ്പോൾ ഈ വിവാദത്തിനൊന്നും ഒരു നിലനിൽപ്പുമില്ല, ഒരു പ്രസക്തിയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ആദ്യം വന്നത് ബുഖാരികൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ വളപട്ടണത്ത് ജലാലുദ്ദീൻ തങ്ങൾ വന്നു. അത് ഏകദേശം 1500കളിലാണ് വന്നത് എന്ന് വെച്ച് അതിന് മുമ്പ് ഇവിടെ മുസ്ലിങ്ങളില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല. മഖ്ദൂമിന്റെ കീഴിൽ, അതുപോലെ കണ്ണൂർ ഭാഗങ്ങളിൽ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെ കീഴിൽ, ഇങ്ങനെ അന്നൊക്കെ തങ്ങളല്ലാത്തവരും തങ്ങളെന്ന് പറയും, ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ തങ്ങന്മാരെന്ന് പറയും. ഇപ്പോഴും ബ്രാഹ്മണന്മാരെ വരെ ഇപ്പോഴും കണ്ണൂരിൽ തങ്ങന്മാരെന്ന് പറയുന്നുണ്ട്. അത് ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ എന്ന് വെച്ചതുകൊണ്ടാണ്. സയ്യിദ് മഖ്ദൂം തങ്ങൾ അത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖബീലയാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് സയ്യിദന്മാരാണെന്ന് മറ്റൊരു അഭിപ്രായവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരാളെ തങ്ങളെന്ന് വിളിച്ചതുകൊണ്ട് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ബഹുമാനിക്കപ്പെടുന്ന ആളുകളാണ് തങ്ങന്മാർ. കാരണം അതൊരിക്കലും ഒരു അറബി പദമല്ലല്ലോ, അത് മലയാള പദമാണ്. ബഹുമാനിക്കപ്പെടേണ്ടവരൊക്കെ തങ്ങന്മാരെന്ന് വിളിക്കുക, നമ്മളങ്ങനെ ആലിമ്യങ്ങളൊക്കെ വിളിക്കാറുമുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ വന്നത് എന്തായാലും ബുഖാരി തങ്ങന്മാരാണ്, കാളിമികളാണ്. അവരിവിടെ വരികയും അതിനു മുമ്പ് കേരളത്തിലെ ബുഖാരികൾ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഗുജറാത്തിലും അവിടെയൊക്കെ അവർ വന്ന് താമസമാക്കുകയും ഇസ്ലാം മത പ്രചാരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ജലാലുദ്ദീൻ സുർഖ്, മഖ്ദൂമെ ജഹാനിയാൻ തുടങ്ങിയ അപരനാമങ്ങളിലുള്ള വലിയ പ്രസിദ്ധരായ തങ്ങന്മാർ ഈ തീരപ്രദേശങ്ങളിൽ, ഗുജറാത്തിന്റെയും ബോംബെയുടെയും ഉച്ച് തുടങ്ങിയ പ്രദേശങ്ങളിൽ, സിന്ധ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മതപ്രചാരണം നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല, അവർ പിൽക്കാലത്ത് ബുഖാരികൾക്ക് എല്ലാവിധ സഹായവും മുഗൾ ചക്രവർത്തിമാർ ചെയ്തു കൊടുത്തു. അതുപോലെ ബുഖാരികളും നക്ഷബന്ദികളുമായ ആളുകൾ, അവര് മുഗൾ ചക്രവർത്തിമാരുടെ കൂടെ ഇന്ത്യയുടെ നാനാഭാഗത്തേക്ക് എത്തി. മുഗൾ ചക്രവർത്തിമാർ കുശാലായി രാജ്യം ഭരിക്കും, അവർക്ക് താഴ്ന്ന ആളുകളൊന്നും കണ്ടുകൂടാ. പക്ഷെ അവരുടെ കൂടെ വന്ന ഈ സയ്യിദന്മാരും ഔലിയാക്കന്മാരും സൂഫികളുമായ ആളുകൾ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുകയും അവരെയൊക്കെ ഇസ്ലാമിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയും അവർക്കൊക്കെ അങ്ങനെ ഒരു വെളിച്ചം പകരുകയും, ഇന്ത്യയിലുണ്ടായിരുന്ന ജാതി നിയമങ്ങൾ, അന്ന് ഇന്ത്യയിലെ കുറച്ചു പേർക്ക് മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ, ബ്രാഹ്മണന്മാർക്ക് മാത്രം. ബാക്കിയുള്ളവർ മുഴുവനും ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യയിലെ ആദ്യമായൊരു സ്വാതന്ത്ര്യ സമരം തന്നെ കെട്ടിപ്പടുക്കുന്നത് ഈ വന്ന സൂഫികളാണ്. അവരാണ് മതം മാറ്റത്തിലൂടെ ഒരു വലിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാക്കി ജനങ്ങളെ ആക്കുന്നത്. അങ്ങനെ ഒരു ഗതിയുമില്ലാതിരുന്ന ആളുകൾ കൂട്ടമായി ഇസ്ലാം മതത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കേരളത്തിലും അത് തന്നെ സംഭവിച്ചത്. കേരളത്തിലെ കാര്യമായിട്ടൊരു ഭരണമൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ അറക്കൽ കുടുംബം എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളിടത്തൊന്നും ഒരു രാജാവ് ഉണ്ടായിട്ടില്ല, ഒരു ചക്രവർത്തി ഉണ്ടായിട്ടില്ല. വടക്ക് വലിയ ചക്രവർത്തി കോലത്തിരിയാണ്,
ഇവിടെ സാമൂതിരിയാണ്, തെക്ക് കൊച്ചി രാജാവാണ്, വേണാട് രാജാവാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകള്, എല്ലാ ഭരണാധികാരികളും മുസ്ലിങ്ങളുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. കാരണം അറബികളെ കൊണ്ടാണ് ഈ രാജ്യമൊക്കെ ഇത്രയും വികസിച്ചത്. അവർ വന്നിട്ടാണ് രാജ്യത്ത് ഒരുപാട് ഉണർവുണ്ടായത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ എപ്പോൾ വന്നാലും അവർക്ക് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇവിടെയുള്ള ഭരണാധികാരികൾ തയ്യാറായിരുന്നു. അങ്ങനെയാണ് മുസ്ലിങ്ങൾ വന്നപ്പോൾ, തങ്ങന്മാർ വന്നപ്പോൾ അവർക്കൊക്കെ വലിയ പദവികൾ കൊടുത്ത് അവരൊക്കെ ആദരിച്ചിരുത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കോലത്തിരി രാജാവ് മുതൽ ഇങ്ങ് വേണാട് രാജാവ് വരെ, തിരുവിതാംകൂറിലെ രാജാവ് വരെ തയ്യാറായത്. കോലത്തിരി രാജാവാണ് യഥാർത്ഥത്തിലെ ജലാലുദ്ദീൻ തങ്ങൾ വന്നപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ. പണ്ടൊന്നും പള്ളി ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയായിരുന്നില്ല, ജന്മിയുടെ സ്ഥലം കിട്ടിയിട്ട് വേണം. പിന്നെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ എല്ലാവർക്കും സ്ഥലം സ്വന്തമായപ്പോഴാണ് പള്ളികൾക്കും മദ്രസകൾക്കൊന്നും ആരുടെയും ഒത്താശയില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ജലാലുദ്ദീൻ തങ്ങൾക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്ത് മതപ്രചാരണത്തിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് കോലത്തിരി രാജാവിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ഇവിടെ മതപ്രബോധനം നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ബുഖാരി തങ്ങന്മാരാണ്. അവരുടെ ശൃംഖല വളരെ വേഗത്തിൽ കേരളത്തിന്റെ അങ്ങും നിങ്ങോളം, നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദ് മൗല ബുഖാരിയുടെ കാലത്താണ് തെക്ക് തിരുവിതാംകൂറിലേക്ക് വരെ ഇസ്ലാം മതം എത്തുന്നത്. അവിടെ ബുഖാരി തങ്ങൾ വന്നപ്പോൾ, മൗല ബുഖാരി തങ്ങൾ വന്നപ്പോൾ അവിടെ വാങ്ക് വിളിച്ചു എന്നും അങ്ങനെ അത് തിരുവാങ്കോടായി എന്നും തിരുവാങ്കിന്റെ ഊര് എന്ന അർത്ഥത്തിലാണ് തിരുവാങ്കോട് എന്ന് പേര് വന്നതുമൊക്കെ പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെയൊക്കെ ഈ ബുഖാരി തങ്ങന്മാർ വന്നിട്ടുണ്ട് എന്ന്. നമ്മൾ സാധാരണ പീരുമേട് എന്ന് പറയുന്ന സ്ഥലം, ദേവികുളം പീരുമേട് എന്നത് ഇടുക്കിയുടെ അപ്പുറത്തുള്ളൊരു സ്ഥലമാണ്. പീരുമേട് എന്ന് പറഞ്ഞാൽ ഒരു പീറ് അവിടെ ഇരുന്നു, അവിടെ ധ്യാനിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ മുറാഖബത്ത് ഇരുന്നിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ പീരുമേട്, അത് ഒരു സൂഫി വര്യൻ ഇരിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് പീർമേട് പീരുമേടായത്. അപ്പോൾ ഓരോ സ്ഥലത്തിന്റെ പേര് നമ്മൾ പരിശോധിക്കുമ്പോഴൊക്കെ, അതുപോലെ ചെക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അങ്ങനെ പല കുന്നുകളും മലകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അവിടെ പേരുകൾ വരെ പരിശോധിക്കുമ്പോൾ കനകമല തുടങ്ങിയ സ്ഥലങ്ങളുടെ പിന്നിലൊക്കെ ഇങ്ങനെ ഒരു ഷെയ്ഖുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പഠിച്ചിട്ട് വേണം. ഇതൊക്കെ ഞാൻ നമ്മുടെ ഒരു ചിന്തയിൽ വരുന്ന ചില അടയാളപ്പെടുത്തലുകൾ മാത്രമാണ്. അപ്പോൾ ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ അവർകൾ അവിടെ വളപട്ടണത്ത് വരികയും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് കേരളത്തിന്റെ നാനാഭാഗത്തേക്കും ഇവർ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാണ്, വിവാഹങ്ങളിലൂടെ മതപ്രചാരണത്തിലൂടെയൊക്കെ. അങ്ങനെ തെക്ക് വരെ ഒരുപാട് ആളുകൾ ഇസ്ലാം മതം വിശ്വസിച്ചു. പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴാണ് കൊയിലാണ്ടിയിൽ വലിയ സീരിക്കോയ തങ്ങൾ വരുന്നത്. അദ്ദേഹം തെരീമിൽ നിന്ന് വരുമ്പോൾ തന്നെ വലിയ ഒരു സൂഫി വര്യനാണ്. അപ്പോൾ തെരീമിൽ നിന്ന് അദ്ദേഹത്തിനൊരു വിളി ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത്. വിളി ഉണ്ടാവുകയും അദ്ദേഹം മലബാറിൽ വന്ന് കൊയിലാണ്ടിയിൽ താമസമാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിനു വേണ്ടി തെരീമിൽ നിന്ന് തന്നെ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ എങ്ങും പ്രസിദ്ധമാവുകയും അങ്ങനെ അദ്ദേഹത്തെ തേടി തെരീമിൽ നിന്ന് തന്നെ സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ ഇവിടെ വരികയും ഹൈദ്രോസ് തങ്ങൾ വന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഹൈദ്രോസ് തങ്ങൾ പൊന്നാനിയിൽ പോയി താമസമാക്കുകയും ചെയ്തു. അപ്പോൾ അവരാണ് പിന്നീട് വരുന്നത് ഹൈദ്രോസികളാണ്. അങ്ങനെയാണ് ഹൈദ്രോസി കബീല ഇഷ്ടം പോലെ ഇവിടെ പടർന്ന് വികസിക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഹൈദ്രോസ് കബീല, ആ തങ്ങന്മാർ വിഭാഗം ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് പ്രചാരണം നടത്തുന്ന കുടുംബങ്ങൾ, ഇന്നെന്താണ് സ്ഥിതി, ഇപ്പോഴെവിടെയാണ്, ലോകത്ത് എവിടെയൊക്കെ അവരുണ്ട് എന്നതിനെക്കുറിച്ചൊരു പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈദ്രോസി തങ്ങന്മാർ വരികയും അവർ പൊന്നാനിയിൽ താമസമാക്കുകയും പൊന്നാനിയിലുള്ള ഒരുപാട് ആളുകളെ, അന്ന് ഒരു പ്രയാസമുണ്ടായിരുന്നത്, അന്ന് താണജാതിക്കാരായ ആളുകളെ ആരും അടുത്തേക്ക് പോവുകയില്ല. അവർ സുഖമില്ലാതായി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് മരിച്ചുപോകുക തന്നെ. ബ്രാഹ്മണന്മാരൊന്നും അവരടുത്ത് അടുക്കിയില്ല, അവർക്ക് ആശ്രയമായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ഈ തങ്ങന്മാർ വന്നപ്പോൾ അവർക്ക് ഏതാണ് ബ്രാഹ്മണൻ ഏതാണ് ശൂദ്രൻ എന്നൊന്നും അവർക്കറിയില്ല. അവരെല്ലാവരും മനുഷ്യരായി കണ്ടു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പാവപ്പെട്ട ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലാണ് അവർ ജീവിച്ചിരുന്നത്. മമ്പറം തങ്ങൾ ജീവിച്ചിരുന്നത് ശൂദ്രന്മാരായ ആളുകളുടെ ഇടയിലാണ്. പാണക്കാട് തങ്ങൾ ജീവിച്ചിരുന്നത് പാണന്മാരായ ആളുകളുടെ ഇടയിലാണ്. അപ്പോൾ എവിടെയാണോ കഷ്ടപ്പെടുന്ന ആളുകളുള്ളത് അവിടെ പോയി ജീവിക്കുകയും അവർക്ക് സാന്ത്വനമരുളുകയും ചെയ്തപ്പോൾ ആ ജനങ്ങളൊക്കെ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരികയാണ് ചെയ്തത്. അല്ലാതെ ഇവരുടെ കയ്യിൽ ഒരു വാളോ കുന്തോ മോനയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നല്ല വാക്കുകളുടെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാത്രം.
അപ്പോൾ പാവപ്പെട്ട ഈ ജനങ്ങളായ മുക്കുവന്മാരായ ആളുകൾ ഒരു ഗതിയുമില്ലാതെ ഇരുന്നപ്പോൾ അവർക്ക് ആശ്രയമരുളിക്കൊണ്ടാണ് സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ പൊന്നാനിയിൽ, അബ്ദുറഹിമാൻ ഹൈദ്രോസ് തങ്ങൾ പൊന്നാനിയിൽ താമസമാക്കിയത്. പൊന്നാനിയിൽ താമസമാക്കി അവിടെ ദഅവത്ത് നടത്തുന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി നമ്മൾ കുറെ പുസ്തകം വിതരണം ചെയ്യുക, എന്നിട്ട് എല്ലാവരും ഇസ്ലാമിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വയലു പറയുക എന്നായിരുന്നില്ല അന്നത്തെ ദഅവത്ത് എന്ന് പറയുന്നത്. അന്ന് ഒരു മോഡലായിട്ട് അവതരിക്കുകയായിരുന്നു. ആ മനുഷ്യനെ കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നിരുന്നത്. അല്ലാതെ ഇവരാരും ഇസ്ലാമിലേക്ക് വരൂ എന്ന് പ്രത്യേകം വിളിക്കേണ്ട, പക്ഷെ അവരെ കാണുമ്പോൾ തന്നെ ഈ വരുന്ന ആളുടെ മനസ്സിൽ തന്നെ ഇസ്ലാമിലേക്കുള്ള ഒരു പ്രത്യേകമായ ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണ് ഈ പൊന്നാനി പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നത്. ആയിടക്കാണ് മഖ്ദൂം തങ്ങളും അവിടെ വരുന്നത്. മഖ്ദൂം തങ്ങൾ വലിയൊരു വിജ്ഞാനിയായിട്ടാണ് വരുന്നത്. നല്ല ഒരു വലിയ ആശയമായിട്ട്, ഐഡിയയുമായിട്ടാണ് വരുന്നത്. കാരണം ഇവിടെയുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ അതിന് പഠിപ്പിക്കാൻ പറ്റിയ ആളുകൾ ഇല്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ സനത് കൊടുത്തുകൊണ്ട് വലിയ ഒരു വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മഖ്ദൂം വരുന്നത്. അദ്ദേഹത്തെ കൊച്ചിയിൽ നിന്ന് വരികയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് വലിയ ധനാഢ്യന്മാരായ ആളുകളുണ്ടായിരുന്നു, കായൽ പട്ടണത്തുകാരായ മരക്കാർമാർ. അപ്പോൾ മരക്കാർമാർ കായൽ പട്ടണത്തിൽ നിന്ന് കൊച്ചിയിൽ വരികയും അവിടെ ബിസിനസ് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ പള്ളി വേണമെന്ന് അവർക്ക് തോന്നി. പള്ളി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഇമാമത്ത് നിൽക്കാനും അവിടെ പഠിപ്പിക്കാനും വേണ്ടി സ്വന്തം നാടായ കായൽ പട്ടണത്തിൽ നിന്ന് തന്നെ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് അങ്ങനെയാണ് മഖ്ദൂമുമാർ വരുന്നത്. പിന്നീട് പൊന്നാനിയിലേക്ക് മരക്കാർമാർ വന്നപ്പോൾ അവരുടെ ഗുരുവായ മഖ്ദൂം തങ്ങളെ അവർ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, പൊന്നാനിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മഖ്ദൂമുമാരും മരക്കാർമാരും തമ്മിലുള്ള ബന്ധമാണ് പിന്നീട് കേരളത്തിനൊരു ചരിത്രം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ ഇടക്ക് സയ്യിദ്മാർ വന്നിട്ടുണ്ടെങ്കിലും അവർ കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു വിപ്ലവ രേഖയായിട്ട് മാറുന്നില്ല. അവിടെ അത് മാറ്റുന്നത് മഖ്ദൂം തങ്ങളാണ്. മഖ്ദൂം തങ്ങളെ നമ്മൾ അഹ്ലുൽ ബൈത്തിൽ നിന്ന് മാറ്റി നിർത്തണോ വേണ്ടേ എന്നുള്ളത് വേറെ ചർച്ചയാണ്. അവിടുന്ന് അത് നമ്മൾ പരമ്പരാഗതമായി കേട്ടുകൊണ്ടിരിക്കുന്നത് അവര് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബമാണ് എങ്കിലും കായൽ പട്ടണത്തിൽ നിന്ന് അവിടെയുള്ള മഖ്ദൂമുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് അവർ അഹ്ലുൽ ബൈത്താണ് എന്നാണ്. എന്തായാലും അതൊക്കെ നിങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചുണ്ടാക്കേണ്ടതാണ്. ഏതാണ് ശരി എന്ന് ഏതെങ്കിലും കേട്ട് എന്ന് പറയുമ്പോൾ മാത്രമേ അപ്പോഴേക്ക് എഴുതി വിടരുത്, മറിച്ച് അതിനെക്കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്തണം. അന്വേഷണമാണ് ചരിത്രം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അന്വേഷിക്കുക ഏതൊക്കെയായിരിക്കും ശരി എന്ന് വെച്ച് നമ്മളത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് കുളത്തിലാക്കുകയും ചെയ്യരുത്. നമ്മളടുത്തുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനും നമുക്ക് കഴിയണം. അപ്പോഴാണ് ഒരു ചരിത്ര ബോധം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മഖ്ദൂം തങ്ങളുടെ കൂടെ മരക്കാർമാർ കൂടുന്നു. അങ്ങനെ ഒരു വലിയ വിപ്ലവത്തിനുള്ള നാന്തി കുറിക്കുകയാണ് അവർ. എല്ലായിടത്തും ഒരു ഭാഗത്ത് മതരംഗത്തും മറുഭാഗത്ത് ഇസ്ലാമിനെ എല്ലാ രംഗത്തും അടയാളപ്പെടുത്തുകയാണ്. എക്സ്ക്ലൂസീവ്നെസ് ആയിരുന്നില്ല, അവർ യഥാർത്ഥത്തിൽ എക്സ്പോസ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് ഇസ്ലാമിനെ. അപ്പോൾ അവിടെ പൊന്നാനിയിൽ സാമൂതിരിയുണ്ട്. സാമൂതിരി എല്ലാ സൗകര്യവും മരക്കാർമാർക്ക് ചെയ്തു കൊടുക്കുന്നു, മഖ്ദൂമിന് ചെയ്തു കൊടുക്കുന്നു. ചെയ്തു കൊടുത്തതിന് ശേഷമാണ് പറങ്കികൾ ആ സമയത്താണ് വരുന്നത്. അള്ളാന്റെ അതൊരു അനുഗ്രഹമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് പറങ്കികൾ വന്നത്. കാരണം ഒരു അടയാളപ്പെടുത്തുകയാണ്, ഇസ്ലാമിന്റെ മുദ്ര ഉണ്ടാകുന്നതിന് വേണ്ടി പറങ്കികൾ ഒരു കാരണമാവുകയാണ്. അവർ വന്നപ്പോൾ നായന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നായന്മാർക്ക് കടൽ വെള്ളം തൊടാൻ പറ്റില്ല. കടൽ വെള്ളം തൊട്ടാലോ ജാതിയിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഈ സങ്കടം പറഞ്ഞ് എന്താ ചെയ്യുക, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ കടലിൽ നിന്ന് ഇങ്ങനെ അക്രമം ഉണ്ടാകുന്നത്. അതുവരെ അറബികൾ വരുന്നവരെ അക്രമവും ഇല്ല, എല്ലാം നല്ല സുഖമായിരുന്നു. പക്ഷെ പറങ്കികൾ അക്രമത്തിന് വന്നപ്പോൾ അവിടെ അതൊരു നിമിത്തമായി ഇനി എന്താണ് ഇവരെ തകർക്കാൻ ചെയ്യുക എന്നുള്ള സങ്കടം ഈ ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി മഖ്ദൂം തങ്ങളുടെ അടുത്തേക്ക് വരികയും സാമൂതിരിയും മഖ്ദൂമും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് മഖ്ദൂം ഏറ്റെടുക്കുകയാണ്. രാജ്യത്തെ രക്ഷിക്കുക എന്ന കർത്തവ്യം മഖ്ദൂം തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞാലിമാരെ അതിന് പ്രാപ്തരാക്കുകയും കുഞ്ഞാലിമാരെ വിളിച്ച് ഈ പരിപാടി നടത്താൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടാനും അങ്ങനെ അതിനുവേണ്ടി തഹരീർ എന്നൊരു കാവ്യം തന്നെ എഴുതി അത് അവിടെയുള്ള ജനങ്ങളിടയിലേക്ക് പ്രചരിപ്പിക്കുകയും അതിന്റെ ഉറുദു പറഞ്ഞ് അതിന്റെ പരിഭാഷ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും, അന്ന് അറബി മലയാളമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാവരും അറബിയിൽ തന്നെ എഴുതിയിരുന്നത്. അറബിയിൽ എഴുതി അത് മലയാളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ തമിഴ് പറഞ്ഞു കൊടുക്കും. കാരണം മഖ്ദൂം തങ്ങൾക്ക് തമിഴന്മാരാണ് എന്ന് വെച്ചാൽ തമിഴ്നാടുമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോൾ എല്ലാം തമിഴ് തന്നെയായിരുന്നു കേരളത്തിൽ. തമിഴിൽ നിന്നാണല്ലോ നമ്മുടെ അറബി മലയാളം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ
ഇത് പറഞ്ഞുകൊടുത്ത് കുഞ്ഞാലിമാരും എല്ലാവരും കൂടി യുദ്ധത്തിനിറങ്ങുന്നു. നമ്മൾ കണ്ടില്ല, 100 വർഷമാണ് കുഞ്ഞാലി മരക്കാർമാരുടെ കാലഘട്ടം. അവർക്ക് പ്രചോദനം നൽകിയതോ മഹദൂം തങ്ങന്മാർ. അതുമാത്രമല്ല, എല്ലായിടത്തും തങ്ങന്മാരുടെ സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു. വളപട്ടണത്ത് അവിടെയുള്ള തങ്ങന്മാരുടെ സപ്പോർട്ടുണ്ടായിരുന്ന രാമന്തളിയില് 17 ശുഹദാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയുള്ള തങ്ങന്മാരുടെ സപ്പോർട്ട് കൊണ്ട് അവർ പറങ്കികൾക്കെതിരെ യുദ്ധം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അത്രയും അടയാളപ്പെടുത്തലുകൾ അക്കാലത്ത് തന്നെ നമ്മുടെ ഈ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ജിഫ്രിമാർ വരുന്നു. ജിഫ്രികൾ കോഴിക്കോട്ട് വരുന്നു. കോഴിക്കോട്ട് നിന്ന് അവർ പല ഭാഗത്തേക്ക് അവർ വ്യാപിക്കുന്നു. കോഴിക്കോട് അവർക്ക് എല്ലാ സൗകര്യവും സാമുദ്ര രാജാവ് ചെയ്തു കൊടുക്കുന്നു. സാമുദ്ര രാജാവിന്റെ കീഴിൽ നമുക്കറിയാം ജിഫ്രി തങ്ങളും ജിഫ്രി തങ്ങളുടെ കുടുംബവും അവിടെ നിന്ന് അവർ രാജ്യത്തിന്റെ നാടിന്റെ പല ഭാഗത്തേക്കും വികാസം പ്രാപിക്കുന്നു. അങ്ങനെ ജിഫ്രി തങ്ങളോടൊപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ മൗലദ് ദവീല കുടുംബം വരുന്നത്. അവരുടെ ബന്ധുക്കളാണ്. അങ്ങനെ സയ്യിദ് അലവി തങ്ങൾ വരികയും സയ്യിദ് അലവി തങ്ങൾ മലബാറിൽ ഒരു വലിയ അടയാളപ്പെടുത്തൽ നടത്തുകയും ചെയ്യണം. അപ്പോൾ എന്താണ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ കബീല വായിച്ച് മാത്രം അതിങ്ങനെ വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഫലം എന്താണ് എന്നുള്ളതാണ്. അതിന് നമ്മൾ ആധുനിക ചരിത്ര പഠനത്തിന്റെ മൂശയിലിട്ട് വാർത്തെടുത്ത് നമ്മൾ അവതരിപ്പിച്ചു കൊടുക്കണം. കാരണം രാജ്യത്ത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ ഒരു നവോത്ഥാന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ മമ്പുറം തങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്. മമ്പുറം തങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പലരും മമ്പുറം തങ്ങളെ സ്വന്തമാക്കി ഒക്കെ ഞങ്ങളുടെ ആളാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെ തന്നെ ആവട്ടെ. കാരണം മമ്പുറം തങ്ങൾ നമ്മുടെ മാത്രം ആളല്ല, അവിടുന്ന് എല്ലാവരുടെയും ആളാണ്. കാരണം അന്ന് തങ്ങൾ അവരുടെ സാന്നിധ്യം എവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഇതൊരു ഗോവയായിട്ട് മാറുകയാണ്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമാവുകയായിരുന്നു. പറങ്കികൾ വന്ന് ഇവിടെ നിന്ന് കെട്ടുകെട്ടി ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റാനുണ്ടായ കാരണം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും ശിഷ്യന്മാരായ കുഞ്ഞാലി മരക്കാറുമാരുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പഠനം ഈയിടെയായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് ദ സയ്യിദ്സ് വേർ ദ പ്രൊജനിറ്റേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്നാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം സയ്യിദുമാരിൽ നിന്നാണ്. അറബ്സ് വേർ ദ പ്രൊജനിറ്റേഴ്സ്, അറബികളാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. ഇതവർ എഴുതുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെയും അതുപോലെ കുഞ്ഞാലി മരക്കാർമാരെയും മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം പറങ്കികളാണ് ആദ്യം വന്നത്. ലോകത്ത് പറങ്കികളുടെ ഭാഗത്ത് നിന്നാണ് അധിനിവേശം ഉണ്ടാകുന്നത്. ആ അധിനിവേശ സമരങ്ങൾ ആദ്യം തുടങ്ങുന്നത് മലബാറിലാണ്. കാരണം മലബാറിലാണ് പറങ്കികൾ ആദ്യമായി വന്നത് ഏഷ്യയിൽ. അതുകൊണ്ട് ഇവിടെ നിന്ന് യുദ്ധം തുടങ്ങുന്നതിനുള്ള പ്രഥമ കാവ്യം മാനിഫെസ്റ്റോ എന്നുള്ളത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കബീർ എഴുതിയ തഹരീർ അഹ്ലെ ഈമാൻ അല അദ്ദത്തി സുൽബാൻ എന്ന ഏറ്റവും വലിയ നീളമുള്ള മഹാകാവ്യമാണ്. ഈ കാവ്യത്തെക്കുറിച്ച് യൂറോപ്യന്മാർ അറിഞ്ഞത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ ചർച്ച ചെയ്യുമായിരുന്നു. തുഹ്ഫത്തുൽ മുജാഹിദീൻ അതുപോലുള്ള പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് ചർച്ചകൾ നടത്തി 10-27 ഭാഷകളിലേക്ക് തുഹ്ഫത്തുൽ മുജാഹിദീൻ പരാവർത്തനം ചെയ്തു എങ്കിലും പരിഭാഷപ്പെടുത്തിയെങ്കിലും തഹരീർ അഹ്ലെ ഈമാൻ അടുത്ത കാലം വരെ അത് കക്കവു പള്ളിക്കുള്ളിലോ അല്ലെങ്കിൽ 1-2 സ്ഥലത്തോ മാത്രം ഇരുന്നിരുന്ന ഒന്നാണ്. പക്ഷെ ഇന്നത് ലോകത്തിന്റെ ശ്രദ്ധയിൽ, ചരിത്രകാരന്മാരുടെ ശ്രദ്ധയിൽ വന്നു. അവരുടെ രേഖകളിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് മാനിഫെസ്റ്റോ ഓഫ് ദി ആന്റി കൊളോണിയൽ സ്ട്രഗിൾ എന്ന് എഴുതാൻ അവരെ പ്രേരിപ്പിച്ചു. അപ്പോൾ തഹരീർ എന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇംഗ്ലീഷുകാരത് വായിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് ഒരു വലിയ ശുഭസൂചനയാണ് തരുന്നത്. അതുപോലെയാണ് മമ്പുറം തങ്ങൾ അവരുടെ പഠനത്തെക്കുറിച്ച് ഇന്ന് പഠിക്കുന്നത് മുഴുവനും അന്നത്തെ ബ്രിട്ടീഷ് രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. നൊട്ടോറിയസ് തങ്ങൾ, കുപ്രസിദ്ധനായ തങ്ങൾ, തറമ്മൽ തങ്ങൾ തുടങ്ങി പല പേരുകളിലും ഇപ്പോൾ തങ്ങളെക്കുറിച്ച്, മമ്പുറം തങ്ങൾ അവരെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഇങ്ങനെ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ മമ്പുറം തങ്ങളെക്കുറിച്ച് നല്ല ഒരു പഠനം, അതുപോലെ സയ്യിദ് ഫസൽ തങ്ങളെക്കുറിച്ച് ദി റബൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുറത്താക്കപ്പെട്ട റബൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിലൊരു പഠനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതർ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ എന്തായിരുന്നു മമ്പറും തങ്ങൾ ഇവിടെ ചെയ്തത്? മമ്പറും തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ പ്രദേശത്ത് ഇത്രയധികം ജാതി പരിവർത്തനം നടക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഇത്രയധികം ഞാനടക്കമുള്ള നമ്മുടെയൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നതിനുള്ള ഒരു വലിയ ഹേതുകം തങ്ങളായിരുന്നു. തങ്ങളും ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പുസ്തകം പ്രചരിപ്പിച്ചിട്ടോ മാത്രമല്ല ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയല്ല ചെയ്തത്. ഹി വാസ് എ മോഡൽ. ഒരു മോഡലായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു അത്താണിയായിട്ട് മാറുകയായിരുന്നു. കാരണം നാലു ഭാഗത്തു നിന്നും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം, കുടിയാന്മാരോട് ഭയങ്കര പ്രശ്നങ്ങൾ. കുടിയാന്മാരെന്ന് പറഞ്ഞാൽ അവരാരാണ്? അവർക്ക് ഭൂമിയില്ല, ഒന്നുമില്ല. അവർ കൃഷി ചെയ്തുകൊണ്ട് അവർ ഉപജീവനം നയിക്കുന്നു. നെല്ല് വിളഞ്ഞു കഴിഞ്ഞാൽ അത് കൊയ്യാൻ വരുന്നത് ജന്മിയും അവരുടെ ഗുണ്ടകളുമാണ്. അവർ കൊയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ പാവപ്പെട്ട കുടിയാൻ താൻ കൃഷി ചെയ്തത് രക്ഷയുമില്ലാതെ നിലത്ത് വീണ് കിടക്കുന്നതൊക്കെ അടിച്ചുവാരി പിടിച്ച് അതുമായിട്ടാണ് അവൻ വീട്ടിലേക്ക് വെറും കൈയോടെ പോവുകയാണ്. അതുപോലെ വാഴത്തോട്ടം വെച്ചിട്ടുണ്ടാകും ജന്മിയുടെ ഭൂമിയിൽ. വാഴ വിളഞ്ഞിരുന്ന് കൊല വെട്ടാറാകുന്ന സന്ദർഭത്തിൽ ജന്മിയുടെ ഗുണ്ടകൾ വന്ന് ഈ കൊല മുഴുവനും വെട്ടിക്കൊണ്ടുപോവുകയാണ്. അവനൊന്നുപോലും അവന് കിട്ടില്ല. അവന് കിട്ടുന്നത് അതിന്റെ ഉണ്ണിത്തണ്ട് മാത്രമാണ്. അത് കൊണ്ടുപോയി പുഴുങ്ങി അവൻ സായുജ്യമടയുന്നു. ഇങ്ങനെ നാനാഭാഗത്തും പാവപ്പെട്ട കുടിയാന്മാർ ദ്രോഹിക്കപ്പെട്ടപ്പോൾ അവർക്ക് സങ്കടം പറയാനുണ്ടായിരുന്ന ഒരു തങ്ങള് വന്നിട്ടുണ്ട്, മമ്പുറത്തൊരു തങ്ങള് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തങ്ങളെടുത്ത് പോയി സങ്കടം പറഞ്ഞപ്പോൾ തങ്ങൾ ഒരു ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്തു. തങ്ങൾ തന്നെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ചെറൂർ അവിടെയുള്ള യുദ്ധത്തില് കാപ്രാട്ട് പണിക്കർക്കെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങൾ തന്നെ രംഗത്തിറങ്ങുന്നു എന്ന് മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾ ഹിന്ദുവാകട്ടെ മുസൽമാനാകട്ടെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പാവപ്പെട്ട കുടിയാന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈ തങ്ങളാണ് എനിക്ക് ആശ്രയം, അതുകൊണ്ട് തങ്ങളുടെ മതത്തില് ആണ് എനിക്ക് ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളടക്കമുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്. അപ്പോൾ കലാപമുണ്ടായ കാലത്ത് ഇഷ്ടംപോലെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ എഴുതി വെച്ചെന്താണ്? കലാപകാലത്ത് മുസ്ലിങ്ങൾ എല്ലാവരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി എന്നാണ്. യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടത്തിയതല്ല, മതപരിവർത്തനം നടന്നതാണ്. മുസ്ലിങ്ങളായ ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ജിഹാദ് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. ജന്മിയും ഗുണ്ടകളും പള്ളി പൊളിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ വാഴക്കൊല വെട്ടാൻ വരുമ്പോൾ അവരെ ചെറുത്തു തോൽപ്പിക്കാൻ മാപ്പിള കുടിയാന്മാർ തയ്യാറായിരുന്നു. പക്ഷെ ഹിന്ദുക്കളായ കുടിയാന്മാർക്ക് അവരുടെ മതനിയമപ്രകാരം ഒരിക്കലും ഇങ്ങനെ പോകാൻ പാടില്ല. ജന്മിക്കെതിരെ യുദ്ധം ചെയ്യുകയോ ജന്മിക്കെതിരെ എന്തെങ്കിലും ഒരു നീചവാക്ക് പ്രയോഗിക്കുകയോ ചെയ്താൽ പിന്നെ അടുത്ത ജന്മത്തിൽ അവൻ പട്ടിയായിട്ട് ജനിക്കും എന്നുള്ള വിശ്വാസം ഉള്ള ആളുകളായിരുന്നു അവർ. അത് മഹാപാപമായി കരുതിയത് കൊണ്ട് എന്താ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മമ്പുറം തങ്ങളുടെ അടുത്ത് പോയിട്ട് അവർ മതം മാറി വന്ന് മുസ്ലിമായി. പിന്നെ അവർ വളരെ ധൈര്യസമേതം അവർ ജിഹാദിന് ഇറങ്ങുകയാണ്. പിന്നെ അവർക്ക് ആരോടും ചോദിക്കാനില്ല, മുസ്ലിങ്ങളുടെ കൂടെ അവർ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ വീര്യവും ശൗര്യവും കണ്ടുകൊണ്ട് മമ്പുറം തങ്ങളുടെ കാൽക്കൽ വന്നുകൊണ്ട് ഇസ്ലാം മതം വിശ്വസിക്കുകയും ഇങ്ങനെ നിരന്തരമായ മതം മാറ്റങ്ങൾ നമ്മുടെ മലബാറിൽ നടക്കുകയും ചെയ്തു. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് മമ്പുറം തങ്ങളായിരുന്നു. അപ്പോൾ മമ്പുറം തങ്ങളുടെ ഈ ഒരു കാലഘട്ടം, ജലാലുദ്ദീൻ തങ്ങളുടെ കാലഘട്ടവും അതുപോലെ ഹൈദ്രോസി തങ്ങന്മാരുടെ കാലഘട്ടവും മൗലദ്ദവീല തങ്ങളുടെ സയ്യിദ് അലി തങ്ങളുടെ കാലഘട്ടവും കേരള ചരിത്രത്തിൽ നന്നായിട്ട് അടയാളപ്പെടുത്തേണ്ടതാണ്. ആ ഒരു ദൗത്യം നിർവഹിക്കേണ്ടത് നമ്മളാണ്. അതുപോലെ സയ്യിദ് ഫضൽ തങ്ങൾ, അദ്ദേഹം ഒരുപാട് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് കലാപങ്ങൾക്ക് കാരണമുണ്ടാക്കുന്നത്. ശരിയാണ്, അദ്ദേഹം കലാപങ്ങൾക്ക് കാരണമുണ്ടാക്കിയേക്കാം. അദ്ദേഹം മുസ്ലിങ്ങളായ മതം മാറിയ ആളുകൾ ഈ ജന്മിമാരുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ ഓച്ചാനിച്ചു നിൽക്കേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. നമ്മളിപ്പോഴും ഇതുപോലെയാണ്. ആ ഒരു പഴയ സ്വഭാവം ഇപ്പോഴും നമ്മുടെ ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അവരിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന കാണാൻ വലിയ വലിയ ആളുകളെ കാണുമ്പോൾ. അത് അറബികളുടെ ഇടയിലൊന്നും ഇല്ല, മറ്റുള്ള ആളുകളുടെ ഇടയിലൊന്നും ഇല്ല. അതുപോലെ നമ്മൾ കളം വരയ്ക്കുന്നതും നമ്മളിങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നതും, ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ്, മറിച്ച് മറ്റാരുടെയും മുമ്പിലല്ല എന്നുള്ള ഫത്വ പുറപ്പെടുവിച്ചു. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കന്ന് കൂട്ടുന്നതിന് എല്ലാവരും തയ്യാറായി. വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ പോകണം.
കാരണം ജന്മിമാർ പറയും വെള്ളിയാഴ്ച ഒഴിവൊന്നുമില്ല, പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല, കന്നുകൂട്ടാൻ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളെല്ലാവരും പള്ളിയിൽ പോയിക്കോളൂന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ജന്മിമാർക്കത് സമ്മതിക്കുക വേണ്ടി ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ സർക്കാർ അങ്ങനെയല്ല, വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി 2 മണിക്കൂർ ഒഴിവ് കൊടുത്ത പോലെ അങ്ങനെ പള്ളിയിൽ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വന്നു. ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ പാടില്ല എന്ന് തങ്ങൾ ഫത്വ ഉറപ്പിച്ചു. ഉച്ചിഷ്ടം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരൊക്കെ തിന്ന ആ ഇല എടുത്തെറിയുമ്പോൾ ഇലയിലുള്ള ബാക്കിയുള്ളത് മതം മാറിയ മുസ്ലിങ്ങളും തിന്നും, അവിടെയുള്ള ആളുകളും തിന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മുസ്ലിമായ ഹിന്ദു ആയാലും ഉച്ചിഷ്ടം ഭക്ഷിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് തിന്നത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൊല നിങ്ങൾ തന്നെ വെട്ടിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ല എന്നതാണ് ഭേദുവേറ്റി മുട്ടുവാൻ എന്നാണ് കവി പറഞ്ഞത്. അതാണ് കലാപത്തിനുണ്ടായ ഒരു കാരണം. ഇസ്ലാമിന്റെ അന്തസ്സത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചോ, നിങ്ങൾ ഒരിക്കലും ഒരു ജന്മിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കണ്ട. നിങ്ങൾ ഉണ്ടാക്കുന്ന നെല്ല് നിങ്ങൾക്ക് തന്നെയുള്ളതാണ്, ഒരിക്കലും ഒരു ജന്മിക്ക് നിങ്ങളത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമി ഒരു ജന്മിയുടേതുമല്ല, ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ് എന്നുള്ള ഈ ഭൂപരിഷ്കരണം യഥാർത്ഥത്തിൽ ആദ്യം കൊണ്ടുവന്നത് അവരാണ്. ഈ ഒരു തത്വം കൊണ്ടുവന്നതും അവരാണ്. അപ്പോൾ ഇവർ അടയാളപ്പെടുത്തുകയാണ് മതത്തിന്റെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കുന്നതിന്. ഇത് കേവലം മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സത്ത് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ അന്തസ്സത്തെയാണ്. ഇപ്പോൾ തങ്ങന്മാരാണെന്ന് വെച്ച് മുസ്ലിങ്ങളുടെ കാര്യം മാത്രം, അപ്പൊ നമുക്ക് തന്നെ അങ്ങനെയുണ്ട് പൊതുവെ, നമ്മൾ മുസ്ലിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർ നോക്കും എന്നുള്ള ഒരു തോന്നൽ. പക്ഷെ എല്ലാവരുടെ കാര്യം നോക്കാനും നമുക്ക് ദഫ്, നമുക്ക് ഒരു പ്രാമുഖ്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മമ്പറും തങ്ങളാവട്ടെ മറ്റു തങ്ങന്മാരാവട്ടെ ഏത് തങ്ങന്മാരുടെ മുമ്പിലും, പാണക്കാട് തങ്ങന്മാരുടെ മുമ്പിൽ ചെന്ന് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അവരാരും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവിടെ മന്ത്രിച്ചു കൊടുക്കുന്നത്. അത് മന്ത്രിച്ചത് വാങ്ങാൻ വേണ്ടി ഒരുപാട് അമുസ്ലിങ്ങൾ അവിടെ വരുന്നുണ്ട്. പല അമുസ്ലിങ്ങളും ഈ തങ്ങന്മാരുടെ ഈ മഹത്വം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജിഫ്രി തങ്ങളുടെ വീട്ടില് ആ പ്രദേശത്തുണ്ടായിരുന്ന അപ്പുറത്തുള്ള മുക്കുവന്മാര്, വെള്ളയിലൊക്കെ താമസിക്കുന്ന മുക്കുവന്മാര് അവിടുത്തെ വെള്ളത്തിന് വേണ്ടി ഫതുൽ തങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിനോ സമൂഹത്തിനോ മാത്രമാക്കി നമ്മുടെ സേവനം പരിമിതപ്പെടുത്തുന്ന സ്വഭാവം ഒരിക്കലും ഈ സയ്യിദന്മാർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെക്കുറിച്ച് ഒരു പണ്ഡിതൻ പറഞ്ഞത്, ഇത് വെറുതെ പ്ലൂറലിസ്റ്റ്, അവർ ബഹുസ്വര ജീവിതമാണ് അവർക്കുണ്ടായിരുന്നത്. ഒരിക്കലും ഒരു തങ്ങളിലേക്ക് മാത്രം എടുക്കുന്ന ജീവിതമല്ല, അവർ മറ്റുള്ളവരെ കൂടി തങ്ങളുടെ സേവനത്തിന്റെ ഈ അടിസ്ഥാനപരമായി അവരുടെ പരിധിയിൽ ഉൾക്കൊള്ളിക്കുമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഒരിക്കലും ഇസ്ലാം മത പ്രചാരണത്തിന്റെ കാര്യം പറയുമ്പോൾ യഥാർത്ഥ രീതിയിലുള്ള ഇസ്ലാം മത പ്രചാരണം എന്ന് പറയുന്നത് ഒരിക്കലും അതിന് ഒരു നിർബന്ധത്തിന്റെ കടമയില്ല. എന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടുണ്ട് ഈ അവിടെയുള്ള ഭരണാധികാരികൾ, അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി. മതം വലുതാകട്ടെ എന്നത് ഉദ്ദേശിച്ചുകൊണ്ടല്ല. അതുപോലെ അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ പലരും തകർത്തിട്ടുണ്ട് ഇസ്ലാം മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. അതിനൊരിക്കലും ഇസ്ലാമികമായ ഒന്നില്ല. മറിച്ച് കേരളത്തില് ക്ഷേത്രങ്ങളൊക്കെ ആരാധിക്കാൻ ആളില്ലാതാകുമ്പോൾ സ്വമേധയാ അത് അവിടുത്തെ ജനങ്ങൾ തന്നെ പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? തങ്ങൾ അവിടെ ആരാധിച്ചിരുന്ന ഏതുപോലെ കഅബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ അവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞതുപോലെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ക്ഷേത്രങ്ങളൊക്കെ സ്വമേധയാ പള്ളികളായി മാറുന്നത് അതിന്റെ ഇന്നലെ വരെ ബിംബങ്ങളെ ആരാധിച്ചിരുന്നവർ ഇന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ അവർ മാറ്റി. അല്ലാതെ ആരാധനാലയങ്ങൾ ആണെങ്കിൽ അതിനൊരു മിനാരം വേണമെന്ന ഒരു നിയമവും എവിടെയില്ല. നമ്മുടെ നാട്ടിലെ പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഏകദേശം ഒരേ രൂപം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം അതൊക്കെ വലിയ ആരാധ്യ വസ്തുക്കളായി, ആദരിക്കപ്പെടുന്ന വസ്തുക്കളായി അവർ കാണുമായിരുന്നു. പള്ളി ഉണ്ടാക്കിയിരുന്നതും അമ്പലം ഉണ്ടാക്കിയിരുന്നതും ഒക്കെ ആശാരിമാർ തന്നെയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവർ ഏർപ്പാടാക്കി അവർക്കാണ് തിരിച്ചു കൊടുക്കുന്നത് മാത്രം. അപ്പോൾ അവിടെയൊന്നുമല്ല ഇസ്ലാം അടയാളപ്പെടുത്തുന്ന, മറിച്ച് സമാധാനപൂർവമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാണോ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്, ഇസ്ലാമിനെ രേഖപ്പെടുത്തുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ ആ രംഗത്ത് നമ്മുടെ നാട്ടിലും അതുപോലെ മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, സൻസിബാർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാം മത പ്രചാരണം ഏറ്റെടുത്ത ഈ അഹ്ലു ബൈത്ത് ആളുകൾ അവർ ഒരിക്കലും ഇസ്ലാം മതത്തിന്റെ നേരായ മാർഗത്തിലല്ലാതെ പ്രബോധനം നടത്തിയിട്ടില്ല. അവർ കേരളത്തിൽ വന്നു, കേരളത്തിലെ എല്ലാവരുടെ കയ്യിലും അറബി ഭാഷ തന്നെ പഠിക്കണമെന്ന് അവർ നിർബന്ധിച്ചിട്ടില്ല.
ഇവിടെയുള്ള അറബി മലയാളം ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കുന്നതിലും പ്രചോദനപ്പെടുത്തുന്നതിലും വലിയ പങ്ക് അവർ വഹിച്ചു. ഇവിടെയുള്ള പേരുകൾ വരെ പണ്ട് തങ്ങന്മാരെയൊക്കെ പേരുകൾ ഉപയോഗിച്ചിരുന്നത് ഈ കേരളീയ പേരുകളാണ്. പൂക്കോയ തങ്ങൾ, നല്ല കോയ, ആറ്റക്കോയ, പൂക്കോയ തുടങ്ങിയ പേരുകളാണ്. അതുപോലെ മുല്ല ബിവി, ആറ്റ ബിവി തുടങ്ങിയ പേരുകളാണ് അവർ വിചാരിച്ചിരുന്നത്. യഥാർത്ഥ പേരുകളെ വളരെ കുറച്ചു പേര് പുരയിലുള്ള രേഖകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ അവർ വേഷഭൂഷാദികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിന്റെ ഈ സ്റ്റൈല് സ്വീകരിച്ചുകൊണ്ട്, കേരളത്തിലെ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട്, കേരളത്തിലെ കാലാവസ്ഥ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ അവരുടെ ആദരം ഏറ്റുവാങ്ങുകയും അങ്ങനെ കേരളത്തിന്റെ സമൂഹത്തിലെ ഇസ്ലാമിന് ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കുകയും ചെയ്ത വിഭാഗമാണ് തങ്ങന്മാർ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് ഒരുപാട് വികസിപ്പിച്ചെടുക്കാനുണ്ട്. നിങ്ങളിപ്പോ പലരും പഠിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ അവർ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കണം. സുന്നത്ത് ജമാഅത്ത് ഒരർത്ഥത്തിൽ അതിന്റെ ഒരു പുതിയ പതിപ്പ് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ശരിയായ ഒരു നവോത്ഥാനം തന്നെ ഉണ്ടാക്കുന്നത് തങ്ങന്മാര് തന്നെയാണ്. നമ്മുടെ മഖബറുകളുടെ സംരക്ഷിക്കപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആചാര രീതികൾ ഉണ്ടാക്കുന്നതിലും ഒക്കെ ഇവർ വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. ഇതിന് ശരിക്ക് ഈ ബാലവികൾ എന്ന് പറയുന്ന തെരീമിൽ നിന്ന് തങ്ങന്മാർ വരുന്നതിന് അവിടെ ഒരു കാലത്ത് വഹാബികളുടെ ആക്രമണം ഉണ്ടായ സമയത്താണ്. വഹാബികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ അവർ അവിടെ തന്നെ ഒരു ഭാഗം നിൽക്കുകയും മറുഭാഗം വഹാബികൾ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയേറി അവിടെയൊക്കെ ഇസ്ലാമിന്റെ സംസ്കാരം നശിപ്പിക്കുമെന്ന് അവർക്ക് തോന്നുകയും ചെയ്തപ്പോൾ അവർ സഞ്ചരിക്കുകയാണ്. അല്ലാതെ അവർ കച്ചവടത്തിന് വേണ്ടി പോവുകയില്ല. പലരും അങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അവർ കച്ചവടത്തിന് വേണ്ടി വന്നവരാണ് എന്നുള്ളതാണ്. പലരും കച്ചവടക്കാരുണ്ടായിരുന്നു അവരുടെ ഉപജീവനം എന്ന നിലയ്ക്ക്. പക്ഷെ മറിച്ച് അവർ ചെയ്തതല്ല. ഇസ്ലാമിന്റെ അന്തസത്ത ഈ വഹാബികളുടെ ആക്രമണം കൊണ്ട് എല്ലായിടത്തും തകർന്നേക്കും. അതുകൊണ്ട് അതിനെ മുൻകൂട്ടി പൈലറ്റായിട്ടാണ് അവർ ഇന്നാടുകളിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ മക്ബറുകൾ ഉണ്ടാകുന്നതും അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ ഒരു ശൈലി ഇവിടെ നിലനിർത്തുന്നതും അവരാണ്. അതിനുവേണ്ടിയാണ് അവർ അറബി മലയാളം ഉണ്ടാക്കിയത്. അതിനുവേണ്ടിയാണ് അവർ മൗലിദുകൾ എഴുതിയത്. അതിനുവേണ്ടിയാണ് മാലകൾ എഴുതിയത്. ഇത് എഴുതിയത് മുഴുവനും ഈ ജനങ്ങളുടെ ഭാഷയിൽ തന്നെയായിരുന്നു. അവർ പള്ളികൾ ഉണ്ടാക്കിയതും ഒരിക്കലും ഇവിടുത്തെ ഒരു രീതിയെ മാറ്റി നിർത്തിയില്ല. ഇവിടുത്തെ പള്ളി അത് ഇവിടുത്തെ ശൈലി തന്നെയാണ്. അത് മക്കയിലെ പള്ളി പോലെയല്ല, അറേബ്യയിലെ പള്ളികളെ പോലെ ആയിരുന്നില്ല, മറിച്ച് ഇവിടുത്തെ പള്ളി തന്നെയാണ്. ഇവിടുത്തെ ഭക്ഷണം തന്നെയാണ് അവർ സ്വീകരിച്ചത്. അതുപോലെ ഇവിടുത്തെ നടപ്പുകൾ തന്നെയാണ് അവർ അംഗീകരിച്ചത്. ഇവിടുത്തെ രാജാക്കന്മാരെ സഹായിക്കാൻ അവർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിന്റെ ദഅവത്ത് എങ്ങനെയാവണം, അത് കേവലം ഇസ്ലാമിൽ ഒതുങ്ങി നമ്മുടെ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുകയല്ല, മറിച്ച് മറ്റുള്ള എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. ഒരു മുസ്ലിമിന് അമുസ്ലിം ജനങ്ങളുണ്ട്, അവർക്ക് സംരക്ഷണം കിട്ടുന്നില്ല. അവർ ഇസ്ലാമിലേക്ക് വരട്ടെ എന്ന് കാത്തു നിൽക്കാൻ പാടില്ല, മറിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് മമ്പുറം തങ്ങൾ ഒരു സ്ത്രീ എനിക്ക് ആരാധിക്കാൻ, എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കാൻ ഒരു ഇടം വേണമെന്ന് പറഞ്ഞപ്പോൾ മമ്പുറം തങ്ങൾ ഇസ്ലാമായിട്ടോ എന്നല്ല പറഞ്ഞത്, മറിച്ച് തന്റെ സ്നേഹം, എനിക്ക് ഒരു കഴിവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ആരാധനാലയത്തില് സംരക്ഷിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് എന്ന തോന്നൽ കൊണ്ടാണ് ആ സ്ത്രീക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ ക്രിസ്ത്യാനികൾക്ക് നമുക്കറിയാമല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടാൻ നിയമം ഉണ്ടാക്കിയതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവരുടെ ക്രിസ്ത്യാനികൾക്ക് ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടാനും യഹൂദന്മാർക്ക് സംരക്ഷിക്കപ്പെടാനും സൗകര്യമുണ്ടാക്കിയതുപോലെ ഇവിടെ തികച്ചും ഒരു പ്ലൂരലിസ്റ്റ്, ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തണം എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് യഥാർത്ഥത്തിൽ ഈ തങ്ങന്മാർ കൊണ്ടുവന്നത്. അതിൽ വലിയൊരു പങ്ക് അഹ്ദൽ കുടുംബവും ഉണ്ടാക്കിയിട്ടുണ്ട്. അഹ്ദൽ കുടുംബം വളരെ പഴക്കമുള്ള ഒരു കുടുംബമല്ല. യഥാർത്ഥത്തിൽ തെക്കൻ അറേബ്യയുടെ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടായി അവിടെ നിന്ന് ഇവിടെ വരികയും ഇവിടെ വന്നത് കോഴിക്കോട്ടാണ്. കോഴിക്കോട്ട് നിന്ന് നേരെ മമ്പുറം തങ്ങളുടെ കാലത്താണ് വന്നത് എന്നും മമ്പുറം തങ്ങൾ സന്ദർശിച്ച അബ്ദുറഹ്മാൻ അഹ്ദൽ എന്ന വ്യക്തി അവിടെ നിന്നും തങ്ങളുടെ നിർദ്ദേശപ്രകാരം മഞ്ചേരി പയ്യനാട്ടേക്ക് പോവുകയും പയ്യനാട്ട് അവിടെ അഹ്ദൽ കുടുംബം ഉണ്ടാവുകയും പിന്നീട് വീണ്ടും തരീമിൽ പോയി തിരിച്ചു വരികയും അങ്ങനെ ചില ഭാഗങ്ങളിലേക്ക് കൊടുവള്ളി, അതുപോലെ ഈ പ്രദേശം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക്, അതുപോലെ കാസർഗോഡ് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ഇവരുടെ കുട്ടികളെ അയക്കുകയും ഇവരുടെ കുടുംബത്തെ അയക്കുകയും
അങ്ങനെ മമ്പറും തങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിത്വം എന്ന നിലക്കും ഷെയ്ഖ് അബ്ദുറഹ്മാൻ അഹദൽ മുതൽ നമ്മുടെ നേതാവായിരുന്ന ബഹുമാന്യനായ മർഹൂം അവയിലത്ത് തങ്ങൾ വരെയുള്ള ഈ കുടുംബത്തിന്റെ പരമ്പര അതാണ്. ഇത് തുടർന്നും കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഈ ഒരു പർവം, ഈ ഒരു തങ്ങന്മാരുടെ പർവം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കേരളത്തില് ഇങ്ങനെ ഒരു ചരിത്രം രചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചരിത്രത്തെ പുനരുദ്ധാനത്തിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ അത് ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.